ഈ ക്ഷേത്രത്തിൽ എപ്പോഴും പൂജയോ കാര്യങ്ങളോ ഒന്നുമില്ല, മാറി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ കണ്ടിട്ട് ഒരു ജീർണാവസ്ഥയിലുള്ള ഒരു ക്ഷേത്രമാണ്. ഇത് ഉപയോഗശൂന്യമായിട്ട് ഇങ്ങോട്ടൊന്നും ആൾക്കാരും വരാത്ത രീതിയിലാണ് തോന്നുന്നത്. ഇവിടെ ഈ വാവലും അങ്ങനെയുള്ള ജീവികളുമൊക്കെ ഇതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറക്കുന്നതാണ്. അതിനാൽ അകത്തോട്ട് കയറുന്നില്ല. നമ്മൾ മുമ്പ് കണ്ട ആ വിഷ്ണു ക്ഷേത്രം ശ്മശാന നാരായണ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ വിഷ്ണു ശ്മശാന നാരായണൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ആ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് പാപനാശം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഓട്ടോക്കാരനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഭയങ്കര റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 2-2.5 കിലോമീറ്റർ ഇവിടെ എന്നാലും നടക്കാൻ തീരുമാനിച്ചു. ഇപ്പം നമ്മൾ തെലുങ്കാനയുടെ ഏതാണ്ട് ഉൾഗ്രാമങ്ങളിലൂടെയാണ് പറയാൻ നടക്കുക. മുഴുവൻ ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടുന്ന് 2.5 കിലോമീറ്ററാണ്. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നടക്കുവാണ്. എവിടെയാണ് എത്തിച്ചേരാൻ പോകുന്നതെന്ന് അറിയത്തില്ലെങ്കിലും നമ്മൾ നടക്കുകയാണ്. ഇവിടെ 1-2 ആൾക്കാരോട് ചോദിച്ചപ്പോഴും നമ്മൾ പോകുന്ന വഴിയൊക്കെ കറക്റ്റാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്നാൽ നമ്മൾ കുറച്ചിങ്ങനെ മുന്നോട്ട് വന്നപ്പോഴത്തേനും ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പാപനാശി ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ്. അപ്പം നമ്മളിതുവഴി തന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്ന് കാണും, 2-2.5 കിലോമീറ്റർ മാക്സിമം. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ബോർഡും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പാപനാശി ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് എന്നാണ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളാണ്. പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ക്ഷേത്രങ്ങളാണ്. ആർക്കിയോളജിക്കൽ സർവേയുടെ അണ്ടറിലുള്ള ക്ഷേത്രം തന്നെയാണ്. നമുക്ക് മുന്നോട്ട് ചെന്ന ക്ഷേത്രങ്ങളിലെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ഈ പാപനാശം ക്ഷേത്രം. ഇവിടെ കുറേ അധികം ക്ഷേത്രങ്ങൾ, 23 ക്ഷേത്രങ്ങളെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കുറേ അധികം ക്ഷേത്രങ്ങൾ, ഇതുപോലെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ അണ്ടറിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ പുരാതനമായിട്ടുള്ള നിർമ്മിതികളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഹനുമാൻ്റെ ചെറിയൊരു വിഗ്രഹം കാണാം. ഈ സൈഡിൽ ഗണപതിയുടെ ഒരു വിഗ്രഹവും കാണാം. നമ്മളിങ്ങനെ കയറി ഈ വാതിൽ വഴിയാണ് നമ്മൾ കയറി വരുന്നത്. ഈ വാതിൽ വഴി കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ വലതുവശത്തായിട്ട് ഇവിടെ ഒരു ശിവലിംഗമാണ് കാണുന്നത്. ഇതൊക്കെ നമ്മളെ എൽഡോറ കേവ്സിൻ്റെ ഒക്കെ അവിടെ കണ്ട രീതിയിലുള്ള ശിവലിംഗങ്ങളാണ്. ഇവിടെയും ഇങ്ങനെ കണ്ടോ, അനേകം ക്ഷേത്രങ്ങളാണ്, അടുപ്പിച്ചടുപ്പിച്ച് ക്ഷേത്രങ്ങളാണുള്ളത്. ഇവിടെ ഇതിനകത്തും ഇവിടെയും ഒരു ശിവലിംഗമാണുള്ളത്. ശിവൻ്റെ ക്ഷേത്രങ്ങൾ തന്നെയാണ് എല്ലായിടത്തും കാണുന്നത്. ഇവിടെയും ഇതിനകത്തും ശിവൻ്റെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ഇവിടെയും ഉണ്ടോ പഴയ കാലത്തെ രീതിയിലുള്ള കൊത്തുപണികളൊക്കെയാണ്. ഇതൊരു മുകൾ ഭാഗത്തും എല്ലാം ഇതുപോലെയുള്ള ചിത്രപ്പണികളാണ്. ഇവിടെയും ശിവലിംഗമാണ്. ഇതിനകത്തും എല്ലാത്തിനകത്തും ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠകളാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ അനേകം ക്ഷേത്രങ്ങൾ, 1-2 അല്ല, അനേകം ക്ഷേത്രങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെയെല്ലാം ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, ചെറുതും വലുതുമായിട്ട് അനേകം ക്ഷേത്രങ്ങൾ. ഇത് മുഴുവൻ പണിതിരിക്കുന്നുണ്ട്. ഈ ഒരു കല്ല്, ഇതുപോലത്തെ ഒരു കല്ലാണ് പണിതിരിക്കുന്നത്. ഇതിനകത്ത് 1, 2, 3, 4, 5, 6, 7 സപ്തമാതുക്കളുടെ വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിനകത്തുള്ള. സപ്തമാതുക്കളുടെ വിഗ്രഹങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇവിടെയും ഓരോ ക്ഷേത്രങ്ങൾ, ഇതൊരു ശിവലിംഗമാണ് ഇതിനകത്ത്. അപ്പം നമ്മളിവിടെ ഇത് നമ്മൾ ഈ ജോഗുലാംബ ക്ഷേത്രത്തിനടുത്തുള്ള പാപനാശം ഗ്രൂപ്പ് ഓഫ് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞ് പാപനാശം ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന കുറേ അധികം ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളുടെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു നാഗങ്ങളുടെ ഒരു വിഗ്രഹമാണ്. 1, 2, 3, 7 തലയുള്ള നാഗത്തിൻ്റെ വിഗ്രഹമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ മുമ്പ് കണ്ടത് ഇടതുവശത്തെ കാഴ്ചകളാണ്. ഇത് വലതുവശത്തായിട്ട്
ഇതുപോലെയുണ്ട് വളരെ വലിയ ഒരു ശിവലിംഗം. ഈ സൈഡിലും ശിവലിംഗം, ഇങ്ങനെ വലതുവശത്തും ഇതുപോലെ ക്ഷേത്ര സമുച്ചയങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദിവസവും പൂജയോ അങ്ങനെയുള്ള കാര്യങ്ങളോ 1-2 ക്ഷേത്രത്തിനുള്ളിൽ കണ്ടേ പൂജയൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊന്നും പൂജയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇതിനകത്തൊക്കെ, ഈ ക്ഷേത്രത്തിനകത്തൊക്കെ പൂജയൊക്കെ ഉള്ള ശിവലിംഗമാണ് അകത്ത് കാണുന്നത്. ഇവിടെ നമുക്ക് ഏകദേശം എല്ലാ ക്ഷേത്രങ്ങളും ഒരേ വലുപ്പത്തിൽ തന്നെയാണ് കാണുന്നത്. ഇങ്ങനെ പുരാതനമായിട്ടുള്ള, നമുക്ക് ഈ രീതിയിലുള്ള കല്ലിൽ പണിതിരിക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മൾ അധികം കണ്ടിട്ടില്ല. ഇതൊരു പ്രത്യേക രീതിയിൽ ഉള്ള ഒരു സൈസ് കല്ലാണ്. പക്ഷേ അകത്തെ കല്ല് തീർത്ത് പാറക്കല്ലല്ല, ഇതുണ്ട്. പാറക്കല്ലല്ലാത്ത വേറൊരു ഇതുണ്ട്. ഈ രീതിയിലുള്ള ഒരു കല്ലാണ്. പാറക്കല്ലല്ല, വേറെ ഒരു പ്രത്യേക രീതിയിലുള്ള കല്ലാണ്. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കല്ല് തന്നെയാണെന്നാണ് തോന്നുന്നത്. പാറയുടെ അത്രയും സ്ട്രോങ് അല്ല. ഇവിടെ അനേകം ക്ഷേത്രങ്ങളുണ്ട്. നന്ദിയുടെയൊക്കെ വിഗ്രഹങ്ങൾ നമുക്ക് മുകളിൽ കാണാം. അപ്പോൾ ഇത് ആണ് നമ്മുടെ ഇവിടെ. ഇങ്ങോട്ട് കൂടുതൽ ആൾക്കാരൊന്നും വരുന്നതൊന്നും അല്ലെന്ന് തോന്നുന്നു. ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ അണ്ടറിലുള്ളതാണ്. ഇവിടെ ക്യാമറ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുമോയെന്നറിയില്ല. സാധാരണ ആർക്കിയോളജിക്കൽ സർവേയുടെ ക്ഷേത്രങ്ങളൊന്നും ഫോട്ടോ എടുക്കുന്നതിനൊന്നും തടസ്സമില്ല. ഇതുണ്ട്, ഒരു ചെറിയൊരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ അനേകം ക്ഷേത്രങ്ങൾ, 23 ക്ഷേത്രങ്ങളെന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് 23 ക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് അനേകം ചില മിക്കവാറുമുള്ള എല്ലാ ഇതിനകത്തും ശിവലിംഗങ്ങൾ കാണാൻ പറ്റും. ശിവലിംഗങ്ങളല്ലാതെ ഇത് നമ്മൾ മുമ്പ് കണ്ട സപ്തമാതുക്കളുടെ ക്ഷേത്രമാണ്. ഗണപതിയെ അങ്ങനെ പല വിഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് പാപനാശം ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇത് റൂഫൊക്കെ പ്രത്യേക നല്ല രീതിയിൽ പണി കഴിപ്പിച്ച് മുകളിലൊക്കെ അനേകം കൊത്തുപണികളുമൊക്കെ കാണാം. ഒറ്റക്കല്ലൊന്നുമല്ല, ഇത് പല കല്ലുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മുകളിൽ കണ്ടോ, മുകളിൽ നല്ല രീതിയിലുള്ള കൊത്തുപണികൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ക്ഷേത്രത്തിൽ മിക്കവാറും ഉള്ളിടത്തെല്ലാം കാണുന്നത് ശിവൻ്റെ വിഗ്രഹങ്ങളാണെന്ന്. പക്ഷേങ്കിൽ നമ്മൾ ഈ കാണുന്ന ഒരു ക്ഷേത്രത്തിൽ മാത്രം വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ നാരായണ വിഗ്രഹമാണെന്ന് തോന്നുന്നത്. ഇത് കണ്ടിട്ട് ഇത് വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹമുണ്ട്. അനേകം ക്ഷേത്രങ്ങളാണ്. ഒറ്റ കോമ്പൗണ്ടിൽ തന്നെ അനേകം ക്ഷേത്രങ്ങൾ. ഇവിടെ ഈ ജോഗുലാംബ ക്ഷേത്രത്തിൽ വരുന്നവർ, മലയാളികൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെയും വന്ന് കാണാൻ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഇവിടുന്ന്. നമ്മൾ മുമ്പ് കണ്ട ആ വിഷ്ണു ക്ഷേത്രം ശ്മശാന നാരായണ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ വിഷ്ണു ശ്മശാന നാരായണൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അപൂർവം ആയിട്ട് മാത്രമാണ് വിഷ്ണുവിൻ്റെ ഈ രീതിയിലുള്ള ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ പിതൃദോഷത്തിനും അങ്ങനെയുള്ള പൂജകൾക്കുമൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത് ഈ ശ്മശാന നാരായണൻ. അപ്പോൾ ഇതാണ് ഇവിടെ ഈ കൊത്തുപണികളും ഇങ്ങനത്തുള്ള ശില്പങ്ങളുമൊക്കെ താല്പര്യമുള്ളവർക്ക് വളരെ ഏറെ കാണാനായിട്ട് കാഴ്ചകൾ ഉള്ള ഒരു ക്ഷേത്രമാണിത്. നമ്മൾ കണ്ട ആ പാപനാശം ക്ഷേത്രത്തിൻ്റെയൊക്കെ സമീപത്തായിട്ട് വേറെ ഒരു ക്ഷേത്രം ഇതുപോലെ കാണാം. ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും പൂജയോ കാര്യങ്ങളോ ഒന്നുമില്ല, മാറി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ കണ്ടിട്ട് ഒരു ജീർണാവസ്ഥയിലുള്ള ഒരു ക്ഷേത്രമാണിത്. ഉപയോഗശൂന്യമായിട്ട് ഇങ്ങോട്ടൊന്നും ആൾക്കാരും വരാത്ത രീതിയിലാണ് തോന്നുന്നത്. ഇവിടെ ഈ വാവലും അങ്ങനെയുള്ള ജീവികളുമൊക്കെ ഇതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറക്കുന്നതാണ്. അതിനാൽ അകത്തോട്ട് കയറുന്നില്ല. ഇതാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ അവസ്ഥ. പഴയ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട പുരാതനമായിട്ടുള്ള 10-ാം നൂറ്റാണ്ടിലൊക്കെ പണിത ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ്. ഇതുപോലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്. അനേകം ക്ഷേത്രങ്ങൾ, നല്ല നല്ല ക്ഷേത്രങ്ങൾ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്നത് മഹാരാഷ്ട്രയിൽ അനേകം ക്ഷേത്രങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ ഇത് കണ്ട്, ഇതിൻ്റെ ഈ കല്ല്, ഇവിടെ ഇങ്ങനെ കല്ല് വീണ് കിടക്കുന്ന കല്ല് നമ്മൾ മുമ്പേ കണ്ട ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ കല്ല് ഇതിൻ്റെ ഉൾവശം നല്ല കട്ടിയുള്ളതാണ്. ഇതിൻ്റെ പുറഭാഗമാണ് കട്ടിയില്ലാതെ തോന്നുന്നത്. നമ്മൾ കരിങ്കല്ല് പോലെ തന്നെ ഉള്ള ഒരു കല്ലാണിത്. അപ്പോൾ ഇവിടെ ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇവിടെ ഈ ക്ഷേത്രങ്ങളിങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് മാറിയൊക്കെ ഇങ്ങനെ അനേകം ക്ഷേത്രങ്ങളുടെ
അവശിഷ്ടങ്ങൾ തന്നെയാണ് അവിടെയും കാണാൻ സാധിക്കുന്നത്. ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് തന്നെ കുറേ ഇങ്ങനെ കല്ലുകളൊക്കെ കിടക്കുന്നതാണ് ഈ ക്ഷേത്രങ്ങളോട് ചേർന്ന് തന്നെ. നമുക്ക് നോക്കാം ഇവിടെ എന്നാണ് ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ. ഈ ക്ഷേത്രത്തിൻ്റെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രത്തിന് ഉണ്ടായിരുന്ന മണ്ഡപങ്ങളോ വല്ലതും ആയിരിക്കും. ഈ മെയിൻ ക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ മണ്ഡപങ്ങളോ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. അപ്പം ഇങ്ങനെ അനേകം കല്ലുകൾ ഒക്കെ കാണാം ഇവിടെ. അപ്പോൾ ദൂരെയായിട്ട് കാണുന്നതാണ് നമ്മൾ പോയ ആ പാപനാശം ക്ഷേത്രങ്ങൾ. അപ്പം ഈ ജോഗുലാംബ ക്ഷേത്രത്തിനടുത്തുള്ള ഇതൊക്കെ നല്ല കാഴ്ചകളാണ്. ഇവിടുന്ന് കുറച്ച് 2 കിലോമീറ്റർ ഒക്കെ ദൂരമേ ഉള്ളൂ. നടന്ന് വേണമെങ്കിൽ വരാം. ഓട്ടോയൊക്കെ വിളിച്ച് വരാണെങ്കിൽ 100, 150, 200 രൂപയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാമെന്നാണ്. അതൊക്കെ ഇവിടം വരെ വരുന്നവർ കണ്ടിട്ട് പോകാൻ പറ്റിയ കാഴ്ചകളാണ്. ഇത് കണ്ടോ, ഇവിടെ നമുക്കറിയാം ആർക്കിയോളജിക്കൽ സർവേയുടെ ആണോ എന്നറിയത്തില്ല. ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല രീതിയിലൊന്ന് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഇങ്ങനെ ഓരോ നമ്പറുകൾ ഈ കല്ലിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കണ്ട ആ പാപനാശം ക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്ത് നിന്ന് കുറച്ച് നമ്മൾ ഇങ്ങോട്ട് മാറി വരുമ്പോൾ ഒരു 10-200 മീറ്റർ മാറി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇവിടെ ഇങ്ങനെ നല്ല ശാന്തമായിട്ടുള്ള ഒരു ക്ഷേത്രം കാണാം. ഇവിടെ ഒരു 3-4 ഇങ്ങനെ മരങ്ങൾക്ക് കീഴിലായിട്ടാണ് ഒരു ക്ഷേത്രം. ഇത് ശ്രീരാമക്ഷേത്രമാണ്. അപ്പം ഇത് നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഞങ്ങൾ വരുന്ന നല്ല ത്രിസന്ധിക്കാണ് ഇവിടെ വരുന്ന നല്ല ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ശ്രീരാമ ഭഗവാന്റെ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ഒരു മൂർത്തിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു സ്തൂപം കാണാം. വളരെ വലിയ ഒരു സ്തൂപം, കല്ലുകൊണ്ടുള്ള ഒരു സ്തൂപമുണ്ട് ഇങ്ങനെ. അതുപോലെ തന്നെ ഇവിടെ ഒരു തുളസിത്തറ, അതുപോലെ രണ്ട് ശിവലിംഗങ്ങൾ. ഇതൊക്കെ ഓരോ സമാധികളാണെന്ന് തോന്നുന്നു. ഇവിടെ മരിച്ച സമാധിയായ ദിവസമൊക്കെയാണെന്ന് തോന്നുന്നു എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഇപ്പം ക്ഷേത്രം എന്താണല്ലോ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ക്ഷേത്രം വരാൻ കാരണം മിക്കവാറും ഇവിടെ ഈ വല്ലോ സിദ്ധന്മാരോ യോഗികളോ ഒക്കെ താമസിച്ചിരുന്ന സ്ഥലമായിരിക്കാം ഇത്. അപ്പോൾ അതിന് ആ രീതിയിലാണ് അവിടെ സമാധി മന്ദിരങ്ങൾ പോലെ ഇത് കാണുന്നത്. അപ്പോൾ ഇതും ഇവിടെയും അടച്ചിട്ടിരിക്കുകയാണ്, ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ അകത്തൂടി ഒന്നും കാണാനും പറ്റുകയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹനുമാൻ്റെയും ശ്രീരാമൻ്റെയും സീതയുടെയൊക്കെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് നല്ലൊരു അന്തരീക്ഷത്തിലുള്ള പ്രദേശം തന്നെയാണ്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മളിങ്ങനെ തെലുങ്കാനയിലെ ഗ്രാമപ്രദേശത്ത് തന്നെയാണ് പറയുക. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഈ ജോഗുലാംബ ക്ഷേത്രത്തിനടുത്തുള്ള സംഗമേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് സാമാന്യം വലുപ്പമുള്ളൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ക്ഷേത്രമാണ്. ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് നല്ല രീതിയിൽ ഇവിടെ ഈ കല്ലൊക്കെ പാകി പണിതിരിക്കുന്നതാണെന്നാണ് നല്ല ഭംഗിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പം നല്ല വലിപ്പമുള്ള ക്ഷേത്രമാണ്. ദൂരെ നോക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശാലമായിട്ടുള്ള കോമ്പൗണ്ടിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ ക്ഷേത്രം ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരെയായിട്ടായിരുന്നു നേരത്തെ സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കൃഷ്ണാനദിയിൽ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വെള്ളം ഉയർന്നു കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രം അതേപടി അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. 20 കിലോമീറ്റർ മാറി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ക്ഷേത്രം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഈ ക്ഷേത്രം പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയത്തില്ല. ഇനി അതങ്ങനെ മാറ്റി കൊണ്ടുവന്നതാണ്. ഒരു ക്ഷേത്രമൊക്കെ അങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ക്ഷേത്രം അതേപടി ട്രാൻസ്ഫർ ചെയ്തെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ഇതുപോലെ വളരെ വലിയൊരു സ്തൂപം കാണാം.
അതുപോലെ ഒരു നന്ദി വിഗ്രഹം കാണാം. ഇതൊന്നും കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവന്ന ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ വളരെ പഴയ ഒരു സ്ട്രക്ചർ തന്നെയായിട്ടാണ് തോന്നുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അതോ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ വിഗ്രഹം മാത്രം കൊണ്ടുവന്നെന്നാണോ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. നന്ദിയുടെ വിഗ്രഹം ക്ഷേത്രത്തിന് മുന്നിൽ, നേരെ മുന്നിലായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം. ഇതാണ് നമ്മുടെ സംഗമേശ്വര ക്ഷേത്രം. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്നത് പോലെ നല്ല രീതിയിലുള്ള കൊത്തുപണികളൊക്കെ കാണാം. അതുപോലെ കണ്ട് ഈ ആന, നമ്മൾ മറ്റേ കൈലാസനാഥ ക്ഷേത്രത്തിലുണ്ടായിരുന്നു ഈ ആനകളിങ്ങനെ ഓരോ മണ്ഡപത്തിൻ്റെയും ഇങ്ങനെയുള്ള ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ആനയുടെ വിഗ്രഹം നമ്മൾ കണ്ടത് കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കാഞ്ചീപുരത്തെ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ അതേ ഒരു സ്ട്രക്ചറാണ് ഈ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത്. അപ്പോൾ നമ്മൾ പ്രദക്ഷിണം ചെയ്ത ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്ത് വന്നു. വളരെ സ്പീഡിലാണ് നടക്കുന്നത്. അതിൻ്റെ കല്ലുകളൊക്കെ നല്ല ഒരു ഫിനിഷിങ്ങിലാണ് പണിതിരിക്കുന്നത്. നമ്മൾ സംഗമേശ്വര ടെമ്പിൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നൊരു 1.25 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം. നമുക്ക് ആ വെളിയിലൂടെ പ്രദക്ഷിണം ചെയ്ത പോലെ അകത്തൂടെ നമുക്കൊരു പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലിയ രീതിയിലുള്ള കൊത്തുപണികൾ നമുക്കിവിടെ കാണാം. ഇതിനകത്ത് ഒരു ദേവിയുടെ ഒരു വിഗ്രഹം ഇതിനകത്ത് കാണാം. ഇവിടെ അതായത് തെക്ക് കിഴക്കേ മൂലയിലായിട്ട് ദേവിയുടെ ഒരു വിഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിനകത്തൂടെയാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. ഇവിടെയെല്ലാം ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ കാണാം. ഇതെല്ലാം ഇവിടെയും ചെറിയ ഇതൊക്കെ കാലപ്പഴക്കം കൊണ്ട് കേടായി പോയ പോലെയാണ് തോന്നുന്നത്. ചില വിഗ്രഹങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൈയൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് കാലപ്പഴക്കമാണോ എന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അകത്തോട് നമ്മൾ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അകത്ത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് ആണ് വന്നിരിക്കുന്നത്. അതെല്ലാം അനേകം കൊത്തുപണികൾ കൈയൊക്കെ പോയതാണ്. അങ്ങനെ വീണ്ടും വടക്ക് വശത്ത് അകത്തൂടെ പ്രദക്ഷിണം ചെയ്ത് വടക്ക് വശത്ത് വന്ന ക്ഷേത്രത്തിൻ്റെ മുകൾവശത്തൊക്കെ പല രീതിയിലുള്ള കൊത്തുപണികൾ കാണാൻ. ഇതുണ്ട്, ഇത് കൈയൊക്കെ പോയി ഇവിടെ. ഇങ്ങനെ അനേകം ഇത് ഈ ക്ഷേത്രം കാണാൻ വരുന്ന ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാറില്ല. എല്ലാവരും ആ ക്ഷേത്രമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുകയാണ്. ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയത്തില്ലാഞ്ഞിട്ടുമായിരിക്കും. അതായത് ഒരു വെന്റിലേഷൻ സംവിധാനം കണ്ടോ അല്ല. ഇവിടെ നമുക്കൊരു ഹനുമാൻ്റെ ഒരു ക്ഷേത്രം, ഇങ്ങനെ ഹനുമാൻ്റെ ഒരു വിഗ്രഹം ഇങ്ങനെ ഒരു കല്ലേൽ ഇങ്ങനെ പതിച്ച പോലെ എടുത്ത് വെച്ചിരിക്കുന്നത് കാണാം. അപ്പം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രദക്ഷിണം ചെയ്ത് വീണ്ടും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറി ഉള്ളിലത്തെ കാഴ്ചകളും കൂടെ നമുക്ക് എടുക്കാം. നമ്മൾ പതുക്കെ ഇനി ഈ സംഗമേശ്വര ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഇതിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് കൂടുതൽ ഇങ്ങനെ വിഗ്രഹങ്ങളൊന്നും കാണാനായിട്ടില്ല. പുറകിൽ ബാക്കിൽ നമ്മുടെ ഇതിന് ക്ഷേത്രത്തിന് വെളിയിലുണ്ടായിരുന്ന പോലെയുള്ള കൊത്തുപണികളോ കാര്യങ്ങളോ ഒന്നും ഇവിടെയില്ല. ഇവിടെ ഇതിങ്ങനെ കല്ല് മാത്രമേ കാണാനായിട്ടുള്ളൂ. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലാണ് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും
ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ദേവിയുടെ വിഗ്രഹമുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ശിവൻ്റെ വിഗ്രഹമാണ്. ശിവൻ കൂടാതെ ദേവി, വീരഭദ്രൻ, 3 പ്രതിഷ്ഠകളുണ്ട് ഇവിടെ. ഇത് വീരഭദ്രസ്വാമിയുടെയാണ്. വളരെ വലിയൊരു വിഗ്രഹം ഇവിടെ കാണാം. ഇവിടെ ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് ഭവാനി ദേവിയുടെ ഒരു വിഗ്രഹവും കാണാം. നമ്മൾ ആദ്യം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ പ്രദക്ഷിണം ചെയ്തപ്പം ആദ്യം കണ്ടത് ദേവി നയം പറഞ്ഞത് ദേവിയല്ല, വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹമാണ് ഇത്. ഞാൻ ആദ്യം പറഞ്ഞത് ദേവി എന്നാണ് പറഞ്ഞത്, വിഷ്ണുവാണ്. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ തെലുങ്കാനയിലെ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ പൂർത്തിയാവുകയാണ്. ജോഗുലാംബ ക്ഷേത്രത്തിനോടൊപ്പം തന്നെ നമ്മൾ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരോട്ട് മാറിയുള്ള സംഗമേശ്വര ക്ഷേത്രം, അതുപോലെ തന്നെ പാപനാശ ക്ഷേത്രം, അതുപോലെ ജോഗുലാംബ ക്ഷേത്രത്തിൻ്റെ ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള നവബ്രഹ്മ ക്ഷേത്രം എന്നിങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ള പല ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നത് ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രി എന്ന് പറയുന്ന സ്ഥലത്താണ്. രാജമുണ്ട്രി എന്ന് പറയുന്ന സ്ഥലത്ത് 3 ശക്തിപീഠങ്ങൾ ആ രാജമുണ്ട്രിക്ക് അടുത്ത് തന്നെയുണ്ട്. ആ 3 ശക്തിപീഠങ്ങളും ആണ് നമ്മളിനി അടുത്തതായിട്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും നമസ്കാരം.